ബഹുമാനപ്പെട്ട കെ മുരളീധരൻ സാർ, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഒരു തട്ടിപ്പിന് കൂട്ടു നിൽക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാർച്ച് നടന്നിരുന്നു. സേവ് ഹൈറിച്ച്. ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ പ്രസംഗിക്കുന്നതെന്ന് കേട്ടു നോക്കൂ. പക്ഷേ ചില കുത്തിത്തിരിപ്പുകാർ കാരണം ഈ സ്ഥാപനം ഇന്ന് കൂട്ടിക്കിടക്കുക. എന്താണ് ഈ ഹൈറിച്ച് എന്നല്ലേ? എന്തിനാണ് ഇതിനെ സേവ് ചെയ്യുന്നത് എന്നല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായിരുന്നു ഹൈറിച്ച്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊരു ഉടായ്പ് MLM സ്കീം നടത്തിയിരുന്നു അവർ. അതിന്റെ കൂടെ തന്നെ HR കോയിൻ എന്ന പേരിൽ ഒരു പോൺസി പിരമിഡ് സ്കീം നടത്തിയിരുന്നു. മാത്രമല്ല HR OTT എന്ന പേരിൽ ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങി അതിന്റെ മറവിലും ഒരു പോൺസി പിരമിഡ് സ്കീം അവർ നടത്തിയിരുന്നു. എന്തായാലും ഇവരുടെ തട്ടിപ്പ് അധികകാലം ഓടിയില്ല. പലർക്കും പൈസ കിട്ടാതെ ആയതോടെ പല കേസുകളിലായി കമ്പനിയുടെ പിന്നിലുണ്ടായിരുന്ന KD പ്രതാപൻ വൈകാതെ അകത്തായി. ഇപ്പോഴും അകത്താണ്. 3141.34 കോടി രൂപയാണ് ഹൈറിച്ച് തട്ടിപ്പിൽ അവർ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് എന്നാണ് ഒഫീഷ്യൽ കണക്ക്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കെ മുരളീധരൻ സാറ് ഇങ്ങനെ പറയുന്നത്. 680ഓളം സൂപ്പർ മാർക്കറ്റുകൾ ഇന്ന് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ 16 ലക്ഷത്തോളം ജീവനക്കാരാണ് വിവിധ പോസ്റ്റുകളിലായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത്. സാർ, ഒരു MLM കമ്പനിയിൽ ജീവനക്കാരില്ല, പെട്ടുപോയവർ മാത്രമേ ഉള്ളൂ, അഥവാ വിക്ടിംസ്. ഏതാണ്ട് 180 കോടിയോളം GST അടച്ച ഒരു സ്ഥാപനമാണ്. പക്ഷേ ചില കുത്തിത്തിരിപ്പുകാർ കാരണം ഈ സ്ഥാപനം ഇന്ന് കൂട്ടിക്കിടക്കുക. കേരള പോലീസ്, ED, CBI ഇവരൊക്കെയാണോ സാർ കുത്തിത്തിരിപ്പുകാർ? പോട്ടെ, അങ്ങനെ ചില കുത്തിത്തിരിപ്പുകാർ ശരിക്കും ഉണ്ട് എന്ന് തന്നെ വെക്കട്ടെ. അവർ പറയുന്നതും വിശ്വസിച്ചിട്ടാണോ ED അന്വേഷിക്കുന്നതും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതും? നമ്മുടെ നിയമ സംവിധാനങ്ങളെ ഇത്രയ്ക്ക് വില കുറച്ച് കാണരുത് സാർ, പ്ലീസ്. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഈ മാർച്ച് നടത്തുന്നത് എന്നല്ലേ? അകത്ത് കിടക്കുന്ന KD പ്രതാപനെ പുറത്തിറക്കണം. ഈ തട്ടിപ്പ് കമ്പനി വീണ്ടും തുറക്കണം. ഈ മാർച്ചിന് വന്ന ആൾക്കാരെയൊക്കെ ഈ കമ്പനിയുടെ ആൾക്കാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ KD പ്രതാപൻ തിരിച്ചു വരണം, കമ്പനി വീണ്ടും തുറക്കണം എന്നൊക്കെയാണ്. എങ്ങനെയുണ്ട്?